Hi, I am Gurunanda, student of 8th batch CCT. ഇത് ഫീമർ ബോൺ ആണ്. ഇത് കാലിൽ കാണപ്പെടുന്ന ബോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് തൈ ബോൺ പറയും. ഇതിന് 3 പാർട്ടാണ് ഉള്ളത്. അപ്പർ പാർട്ട്, മിഡിൽ ഷാഫ്റ്റ്, ലോവർ എൻഡ്. അപ്പർ പാർട്ടില് ഹെഡ്, നെക്ക്, ഗ്രേറ്റർ ട്രൊക്കാൻഡർ, ലെസർ ട്രൊക്കാൻഡർ. ഇവിടെ കാണുന്ന ക്ലസ്റ്റ് ആണ് ഇന്റർ ട്രൊക്കാൻഡർ ക്ലസ്റ്റ്. ആൻഡ് ഇവിടെ കാണുന്ന ഒരു ലൈൻ ഉണ്ട്, അതിനെ ഇന്റർ ട്രൊക്കാൻഡർ ലൈൻ എന്ന് പറയുന്നു. ഹെഡ് മീഡിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ആർട്ടിക്കുലേറ്റ് വിത്ത് അസറ്റാബുലം ഓഫ് ഹിപ്പ് ബോൺ. ഹെഡിൽ കാണുന്ന ഒരു സ്മോൾ പിച്ച് ആണ് ഫോവിയ എന്ന് പറയുന്നത്. നെക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഹെഡിനെയും ഷാഫ്റ്റിനെയും തമ്മിലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആംഗിൾ മെയിൽസിൽ 125 ഡിഗ്രിയും ഫീമെയിൽസിൽ അതിനേക്കാളും കുറവായിരിക്കും. ഇവിടെ ഗ്രേറ്റർ ട്രൊക്കാൻഡർ ഉണ്ട്, അത് ലാർജ് ആണ്, അത് ക്വാഡ്രാങ്കുലർ ഷേപ്പിലാണ്. ഇത് ലെസർ ട്രൊക്കാൻഡർ ആണ്, ഇത് മീഡിയലാണ് ഫോം ചെയ്തിരിക്കുന്നത്. സ്മോളും കോണിക്കൽ ഷേപ്പിലാണുള്ളത്. എക്സ്പാൻഡഡ് പോർഷൻ ആണ് ഷാഫ്റ്റ്. ആന്റിയർലി ഫോർവേഡ് ആണ് ആൻഡ് സിലിണ്ടറിക്കലി ക്രോസ് സെക്ഷൻ. ഇവിടെ ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്, ലീനിയ ആസ്പെര. ഇത് ലോവർ എൻഡ് ആണ്. 2 കോണ്ടൈൽസ് ആണ് ഇതിനുള്ളത്, മീഡിയൽ കോണ്ടൈലും ലാറ്ററൽ കോണ്ടൈലും. ഇത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തൊരു ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇത് ഇന്റർ കോണ്ടൈലർ ഫോസ. മീഡിയൽ കോണ്ടൈൽ ഷോസ് മീഡിയൽ എപ്പിക്കോണ്ടൈലും ലാറ്ററൽ കോണ്ടൈൽ ഷോസ് ലാറ്ററൽ എപ്പിക്കോണ്ടൈലും. മീഡിയൽ കോണ്ടൈലിന്റെ പോസ്റ്റർ ഭാഗത്തായിട്ട് അഡക്റ്റഡ് ട്യൂബർക്കിൾ ഫോം ചെയ്യുന്നു. Side determination. Upper end bears round-headed medially, lower end bears 2 large condyles, and posteriorly greater trochanter, lesser trochanter, intertrochanter crest, and linea aspera posteriorly. Shaft convex forward and anteriorly intertrochanteric line. So this is right femur bone. Thank you.